ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പോകുന്നത് നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 മണിക്ക് ഈവനിങ് ട്രെയിനാണ്. വില്ലുപുറം വരെയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി സെറ്റിൽഡായി. ഞങ്ങളുടെ ഹാഫ് ഓഫ് ദ ആൾക്കാരുടെ ടിക്കറ്റ്സ് മാത്രമേ കൺഫേം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ RAC ആയിട്ടായിരുന്നു ഷെയർ ചെയ്തായിരുന്നു. ഞങ്ങൾ കാർഡ്സൊക്കെ കളിച്ചു നമ്മൾ ഡോമിനോസിന്ന് പിസ്സ ഓർഡർ ചെയ്തു. 12:30 നമ്മൾ ഒരു 8 മണി തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കഴിക്കാൻ. എല്ലാവരും ഉറക്കമാണ് ട്രെയിനിൽ. ഇവിടെ ഒരു പുതിയ സ്നാക്ക് കണ്ടുപിടിച്ചു. കഴിച്ചടുത്ത് കഴിഞ്ഞ ഇങ്ങനെ നമ്മൾ അടുത്ത ട്രെയിനിൽ കയറി. നമ്മളങ്ങനെ പോണ്ടിച്ചേരി എത്തി. നമ്മളുടെ റൂമിലേക്ക് പോവാണ്. സ്കൂട്ടർ റെന്റിന് എടുക്കാൻ പോവാണ്. ഇവിടെ ഒരു 500 ആണ് ആദ്യം റേറ്റ് പറയുന്നത് പെർ ഡേ. നമുക്ക് 3 ഡേയ്സാണ് വേണ്ടത്. ലാസ്റ്റ് നമ്മൾ 350-400 റേഞ്ചിൽ പറഞ്ഞു. സ്കൂട്ടർ ആണല്ലോ ഇത്, ചുമന്ന കളർ. അങ്ങനെ പൂൾ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അജോ പൂളിൽ ഇറങ്ങല്ലേ? ജമ്പ് തണുപ്പുണ്ടാവും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മളിപ്പോൾ 1-2 കഫേയൊക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ പോകണമെന്ന് ഫൈനലി തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ടൗൺ ഭാഗത്തേക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകും. നമ്മളങ്ങനെ നമ്മുടെ സ്കൂട്ടേഴ്സ് എടുത്തു. ഫുഡ് കഴിക്കാനായിട്ട് ഷെസ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഓർഡർ ചെയ്ത സാധനം വന്നു. എന്താണ് അഞ്ചോ? പാസ്തയാണ്. ഇത് ചിക്കൻ റാമൻ വന്നിട്ടുണ്ട്. റാമൻ നൂഡിൽസ്. ചോക്ലേറ്റ് പോട്ടെ ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ഡെസേർട്ട് നമ്മൾ പറഞ്ഞു. ഇതിൽ പൂവൊക്കെ ഉണ്ട്. ഞാൻ തന്നെ കൊള്ളാട്ടാ, ഭയങ്കര ടേസ്റ്റ്. മെൽറ്റിംഗ് ഇൻ മൗത്ത്. എങ്ങനെയുണ്ട് ഫുഡ്? അതെ, ആ പോട്ടാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പോണ്ടിച്ചേരിയിലെ റോക്ക് ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ്. ഇതാണ് നമ്മൾ നെയ്മർ മൂവിയിലൊക്കെ കാണുന്ന ആ ഒരു സ്റ്റാച്ചു. നമ്മളങ്ങനെ ഫ്രഞ്ച് ടൗൺ സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മളൊരു സൈക്കിൾ കണ്ടു, ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഇരുന്ന് റൈഡ് ചെയ്യുന്ന. രണ്ടുപേരും പല രീതിക്ക് ചവിട്ടണേ. ദേവിക്ക് ചവിട്ടുന്നില്ല. നല്ല ഭംഗിയുണ്ടല്ലേ. ചെറി പോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കഫയാണിത്. നമ്മളൊരു പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഒരു റോമൻ ചേർച്ചാണിത്. നമ്മളിവിടെ ഒരു ജലാറ്റോ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നതാ. നമ്മൾ ഈ ദുബായ് ക്രീമാണ് ടേസ്റ്റ് ചെയ്തത്. ഈ ദുബായ് ക്രീമാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സ്ട്രീറ്റിൽ വന്നിരിക്കും. ഇവിടെ ഫുള്ള് ഡ്രസ്സ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇവിടെ സൈഡിലുള്ള നമുക്ക് നോക്കാൻ പോവാ. ചായ കുടിക്കാനായിട്ട് ഒരു ആനന്ദഭവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. നല്ല സ്നാക്സും ചായയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചാട്ട് വാങ്ങി, ദഹിപൂരി വാങ്ങി, പിന്നെ അവരെല്ലാം കോഫി, ടീ
അതൊക്കെ കുടിക്കാണ് കേട്ടോ. സ്ട്രീറ്റ് വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അറോഷിക എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഫേസിംഗ് ആയിട്ടുള്ള സ്ട്രീറ്റ്. ഷെർണയുടെ ഔട്ട്ഫിറ്റ്, എല്ലാവരുടെ ഔട്ട്ഫിറ്റ് തന്നെ വൈറ്റ് ഇടാൻ പറ്റുള്ളൂ അല്ലേ? ഇതാണ് ഗൈസ് ഗൗരിയുടെ ഔട്ട്ഫിറ്റ്. കറങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ, ഇവിടെ നല്ല വെയിലാണ്. നമ്മൾ ഒറവിലേക്ക് പോണ വഴിയാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് സ്കൂളിൽ ഒറവില്ല എർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുക. ഇത് ഓരോ ടൈപ്പ് മണ്ണാണല്ലേ. ഇതിൻ്റെ ഈ ഓരോ പാർട്സും നമുക്ക് ഊരിയെടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അസംബിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഹൗസ്. ഓ സ്റ്റെയർ ആണല്ലേ. ഒറവില്ലിലെ മണ്ണ്. വഴി തെറ്റിപ്പോയി ആദ്യം. നമ്മൾ വേറെ വഴിയാണ്. അപ്പം ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അത് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. എല്ലാം പയ്യൊക്കെ പറഞ്ഞത്, നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു. ഇനി ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പെട്രോളൊക്കെ കുറവാണെങ്കിൽ അടിക്കണം. കാരണം പിന്നെ ഒരു 10 to 15 കിലോമീറ്റേഴ്സ് പോയിട്ട് പിന്നെ പെട്രോൾ പമ്പുള്ളൂ. നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറുക. ഒന്നിനെ കൊണ്ടുപോയാലോ വീട്ടിൽ. ബേക്കറിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഡ്രീമേഴ്സ് കഫേ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നേച്ചർ എലമെന്റ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഗാർഡൻ കഫേയിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കിഡ്സിൻ്റെ ഒക്കെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കഫേയാണ്. നമ്മൾ ഗാർഡൻ കഫേ കണ്ടു. പക്ഷെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നത് ഈ ഒരു GP കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അത് കുറച്ചും കൂടെ ഒറവിലിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് നേച്ചർ ആയിട്ടുള്ള ഒരു കഫേ ആയിട്ട് നമുക്ക് തോന്നി. പിന്നെ പ്രൈസ് വൈസ് നോക്കിയാലും കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിൾ ആണ്. ആൻഡ് ഭയങ്കര ഒരു നാടൻ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ദഹി റൈസ് കെസിയ ട്രൈ ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. നല്ല ഇഷ്ടപ്പെട്ടു. മീൽസ് എങ്ങനെയുണ്ട് റസ്മ? മിൽക്കാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. നല്ല റിഫ്രഷിംഗ് അല്ലേ? റൈസ് എങ്ങനെയുണ്ടോ? ഇതാണ് ഗൈസ് ഹമ്മിങ് സ്റ്റോൺ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഹം ചെയ്യുമ്പോൾ ഫുൾ ബോഡി റെസൊണൻസ് വരുന്നത്. അത് മാറ്റി മാറ്റി കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈബ്രേഷൻ. Xylophone, which is made out of aluminium. So
you just have to tilt and rotate the table in a circular form. So it's filled up with metallic balls inside. So when you tilt it, it crawls all over inside and brings out the ocean sound. This is ringing stone, where you just have to get the pebbles and you have to put it inside. ഇപ്പൊ ഇതിന്റെ അകത്തൂടെ പോകാൻ പോവാണ് കേട്ടോ. നിന്നെ ആര് പഠിപ്പിച്ച്? ആ കട ഓർമ്മയുണ്ടോ? അങ്ങനെ നമ്മൾ വില്ലുപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഒരു 10-10:15 എന്തോ ആണ് അടുത്ത ട്രെയിന്. അപ്പം നമ്മളിവിടുത്തെ AC വെയിറ്റിംഗ് ലോഞ്ചിലിരിക്കുകയാണ്. നല്ല കംഫർട്ടബിളാണ്. ബാക്ക് ടു ട്രിവാൻഡ്രം. Out of the group. WhatsApp group.